ബിഗ് ബോസ് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. നിവിൻ മാത്രം അതിനകത്തില്ല. ബാക്കി എല്ലാവരുടെയും തലയിലൊരു ഇത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു മണി കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ആ മണി ബസർ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ മണി അനങ്ങാൻ പാടില്ല. മണി അനങ്ങിയാൽ അവർ ഔട്ടാവും. അപ്പം ആദ്യത്തെ റൗണ്ടിൽ എല്ലാവരും അവിടെ ഇരിക്കുന്ന എങ്ങനെ ഇരിക്കുന്നോ ആ സമയത്ത് ബസർ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് അനങ്ങാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പോൾ അവർ ഇരുന്നുകൊണ്ടൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ഉണ്ട്. നിവിനാണ് എല്ലാവരുടെയും മുമ്പിൽ പോയി ഇങ്ങനെ കളിക്കുകയും ഗെയിം കളിക്കാനൊക്കെ പറയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് നിൽക്കുന്നിടത്ത് അനങ്ങാതെ നിൽക്കാം, അവർക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അവരുടെ മണി മാത്രം അനങ്ങല്ലും. അനിമോളിങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് നിവിൻ്റെ കൂടെ. പക്ഷേ മണി അനങ്ങുന്നില്ല. നിവിൻ അനിമോളുടെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ അനിമോളും കളിക്കുന്നുണ്ട്. ആദ്യത്തെ റൗണ്ട് എല്ലാവരും നല്ല രീതിയിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിൻ്റെ ഒരു ട്വിസ്റ്റ് വന്നത്. ബിഗ് ബോസ് പറയുന്നത് ഇനിയാണ് ട്വിസ്റ്റ്. അടുത്ത റൗണ്ടിൽ ബസർ കേൾക്കുമ്പോൾ എല്ലാവരും ലിവിങ് ഏരിയയിലും കിച്ചൺ ഏരിയയിലും മാത്രമാണ് നിൽക്കേണ്ടത്. അതും ഒറ്റക്കാലിലെന്ന് കേട്ടത് നൂറ. അയ്യോ! അപ്പോൾ നിവിൻ പറയുന്നു, ബിഗ് ബോസ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് അതെന്തായാലും സൂപ്പറായിപ്പോയി, എനിക്കിഷ്ടപ്പെട്ടു ബിഗ് ബോസ് എന്ന് നിവിൻ പറയുന്നു. നൂറ ചോദിക്കുന്നു, ഒറ്റക്കാലിലോ ബിഗ് ബോസ്? സാവും പറഞ്ഞു, അയ്യോ ഒറ്റക്കാലിലോ ബിഗ് ബോസ്? നൂറ ചോദിക്കുന്നു, ഒറ്റക്കാലിൽ നിൽക്കുമ്പം താഴെ തട്ടിയാലോ ബിഗ് ബോസ്? അപ്പോൾ അക്ബർ പറഞ്ഞു, തട്ടിയാൽ ഔട്ടാവും. എന്നിട്ട് ചോദിക്കുന്നു, ചാരാൻ പറ്റുമോ ബിഗ് ബോസ്? അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു, ഒറ്റക്കാലെന്ന് പറഞ്ഞാൽ നിൽക്കാനാണ്, ഇരിക്കാനോ ചാരാനോ ഒന്നും പാടില്ലെന്ന് പറയുന്നു. പിന്നെ ബസർ കേൾക്കുമ്പോൾ എല്ലാവരും ലിവിങ് ഏരിയയിൽ തന്നെ നിൽക്കണം. അപ്പോൾ അതിൽ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒരിടത്തായിട്ട് നിൽക്കാമെന്ന്. അപ്പോഴത്തെ ബസർ കേൾക്കുന്ന എല്ലാവരും നിൽക്കാൻ തുടങ്ങി. നിവിൻ ഓടി നടന്ന് എല്ലാവരും ചിരിപ്പിക്കാൻ നോക്കുവാണ്. ആദില സാവുമാനോട് പറഞ്ഞു, സാവുമാനെ ഒന്ന് നമസ്കരിച്ച് കുമ്പിട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നിവിൻ ചെന്നിട്ട് പറഞ്ഞു, സാബു ഔട്ട് എന്ന് പറയുന്നു. അപ്പം ബിഗ് ബോസ് വിളിച്ച് പറയുന്നു, സാബു മോൻ ഔട്ടായിരിക്കുകയാണ്, സാബു ബെൽറ്റ് ഇനി വേണമെങ്കിൽ ഊരി വയ്ക്കാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് വിളിച്ച് പറയുന്ന അനീഷ് ഒറ്റക്കാലെന്ന് പറഞ്ഞാൽ ഇങ്ങനല്ല. അനീഷ് നിൽക്കുന്നത് ഒരു കാലിൻ്റെ പുറത്ത് പാദത്തിൽ അടുത്ത കാല് വെച്ചിട്ടായിരുന്നു കുത്തിയാണ് നിന്നത്. ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അനീഷ് ഒന്ന് പൊക്കി. പക്ഷേ അനീഷ് എല്ലാവരും നിൽക്കുന്നതിനൊക്കെയല്ല അനീഷ് നിൽക്കുന്നത്. അനീഷ് ആ കാല് ജസ്റ്റ് ഒന്ന് പൊക്കി ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും അങ്ങനെയല്ല, ഒറ്റ കാലിൽ തന്നെ നിൽക്കുന്നത്. നിവിനാണെങ്കിൽ എല്ലാവരെയും ഡിസ്റ്റർബ് ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാളെ മാത്രമല്ല, കുറച്ച് കൂടുതൽ അനിമോളടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ അടുത്തും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അനിമോളടുത്ത് പിന്നെ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ നിവിൻ കാണിക്കുന്നുണ്ട്. ഡാൻസ് പോലൊക്കെ കാണിക്കുന്നുണ്ട്. അനിമോൾ അതിനൊത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നിവിൻ കാണിക്കുന്നതിനൊക്കെ അനിമോൾ കാണിക്കുന്നു. പക്ഷേ അനങ്ങാതെ തന്നെ അനിമോൾ നിൽക്കുന്നത്. പക്ഷേ അത് നിവിൻ നല്ല രസകരമായിട്ടൊക്കെയാണ് അനിമോളടുത്ത് കാണിക്കുന്നത്. അല്ല ഒരു ദേഷ്യമോ ഒന്നും വെച്ച് കാണിക്കുകയല്ല. അതേ കണക്ക് ആദിലെ അടുത്തും അക്ബറിൻ്റെ അടുത്തും ഒക്കെ നിവിൻ എത്രത്തോളം ഒരാളെ ഡിസ്റ്റർബ് ചെയ്ത് അത് കിലുക്കാൻ നോക്കുമോ, ഔട്ടാക്കാൻ നോക്കാവോ അത്രത്തോളം നിവിൻ ചിരിച്ച് കളിച്ച് ചെയ്യുന്നുണ്ട്. നൂറയെടുത്തും വന്ന് നിൽക്കുന്നുണ്ട്. ഫ്ലോറിൽ തൊട്ടാൽ ഞാൻ ഔട്ടാക്കുമെന്നും പറഞ്ഞ് നിവിൻ വരുന്നുണ്ട്. ഫ്ലോറിൽ തൊടാനേ പാടില്ല. ഭവതിന്ന് അനിമോളെടുത്തും നൂറയെടുത്തും ഒക്കെ പറയുന്നുണ്ട് നിവിൻ. സാബുവും വന്നിട്ട് പറഞ്ഞു, എടാ നീ ഇവിടെ നോക്കിക്കോ, ഞാൻ കിച്ചണിൽ നോക്കാമെന്ന് പറയുന്നു. അനീഷ് വിളിച്ചിട്ട് പറഞ്ഞു, ബിഗ് ബോസ് ഷാനവാസിനെ നോക്ക്, ബിഗ് ബോസ് ഷാനവാസ് ഒറ്റക്കാലിലല്ലെന്ന്. അനീഷ് പറഞ്ഞൊരു സെക്കൻഡ് പോലും ആയില്ല, അതിനു മുമ്പ് അനീഷ് ഔട്ടായി. ഷാനാസ് വിളിച്ചിരുന്നു, അനങ്ങി അനീഷ് ഔട്ടായി എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചിരുന്നു, അനീഷ് ഔട്ടായിരിക്കുകയാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിവിൻ അനിമോളെടുത്ത് വരുവാണ്. ഭയങ്കര നല്ല രസമുണ്ട് ഇവരുടെ കാണാൻ കേട്ടോ. നിവിൻ ഇങ്ങനെ വന്നിട്ട് അനിമോളെടുത്ത് അത് ഇതൊക്കെ പറയുന്നുണ്ട്. നിവിൻ വന്ന ഉടനെ അനിമോൾ 2 കൈയൊക്കെ വിട്ടിട്ട് നിവിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് രണ്ടുപേരൂടെ കളിക്കുന്നതൊക്കെ കാണാൻ. അനിമോൾ നല്ല ബാലൻസ് ചെയ്ത് അത് നന്നായിട്ട് ഒറ്റക്കാല് പൊക്കി നിൽക്കുകയാണ്. ഒരു ശകലം പോലും താഴ്ത്തിയിട്ടില്ല. കാല് പൊക്കി അതേ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോഴേക്കും ബിഗ് ബോസ് വീണ്ടും ബസർ അമർത്തി. അപ്പോഴേക്കും എല്ലാവരും ചിരിച്ചുകൊണ്ട് കാലൊക്കെ താത്തിടുന്നു. എന്നിട്ട് പറയുന്ന നൂറ പറയുന്നു, ബിഗ് ബോസ് ഇതൊരു വല്ലാത്ത ഇതായി പോയെന്ന് പറയുന്നു. ഷാനാസ് ചോദിക്കുന്നു, ഇതൊക്കെ എവിടുന്ന് കൊണ്ടുവരുന്നു ബിഗ് ബോസ് ഈ ഗെയിമൊക്കെ എന്ന് ഷാനാസ് ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ണിച്ചോരയുണ്ടോ ബിഗ് ബോസ് എന്ന് നൂറ ചോദിക്കുന്നു. ഷാനാസ് പറയുന്നത്, കണ്ണിച്ചോരയല്ല, കണ്ണിച്ചോര ഇല്ലാത്ത പരിപാടിയാണെന്ന്. അനീഷ് പറയുന്ന വെച്ചാൽ എൻ്റെ എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ലെന്ന്. അനീഷ് ശരിക്കും കാല് പൊക്കി നിന്നിട്ടേ ഇല്ല. അനീഷ് അന്നേരം പോലെ നിൽക്കുന്നത്, ഒരു കാലിൻ്റെ പുറത്ത് ഒരു കാല് വെച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് പറയാം, എനിക്ക് എങ്ങനെ പോയെന്ന് അറിയില്ലെന്ന്. ഒരു 2-3 മിനിറ്റേ കൊടുത്തോളൂ. അത് അപ്പോഴത്തേക്ക് അടുത്ത ബസർ ശബ്ദം കേട്ട് എല്ലാവരും വീണ്ടും പഴയ പൊസിഷനിൽ നിൽക്കാൻ തുടങ്ങി. നൂറയെടുത്ത് വന്നിട്ട് നിവിൻ പറഞ്ഞു, നീ കാല് പൊക്കി നിൽക്കുന്ന പറയുന്നത്. എല്ലാവരും കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിവിൻ നല്ല ജാളിയായിട്ട് എല്ലാവരോടത്തും ഒരേ കണക്ക് നിൽക്കുകയാണ് നിവിൻ. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.